ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ കാലത്ത് ജീവിക്കുക എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു ചെറിയ വെല്ലുവിളിയൊന്നുമല്ല. കയ്യിൽ സ്മാർട്ട് ഫോണുണ്ട്, നെറ്റുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. എന്നിട്ടും എവിടെയോ ഒരു സമാധാനക്കുറവ്. എന്താണ് നമ്മുടെ ഈ ഒരു പുതിയ കാലത്തെ പ്രശ്നം? അതിനൊക്കെ എങ്ങനെയാണ് മറികടന്ന് മുന്നോട്ട് പോകേണ്ടത്? അതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം. നമ്മുടെ ഇന്നത്തെ നമ്പർ 1 ശത്രു ആരായിരിക്കും? ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം എന്നീ പ്ലാറ്റ്ഫോമുകളിലൂടെ നമ്മൾ കണ്ടുവരുന്ന ആളുകളുടെ സൂപ്പർ ജീവിതം അതൊക്കെ തന്നെ ആകും. നമ്മൾ ചിന്തിക്കും, അവരുടെയൊക്കെ നല്ല സൂപ്പർ ജീവിതം, നമ്മുടെ ഈ കൊച്ചു കീടും കൊച്ചു കാര്യങ്ങളൊക്കെ മോശമാണോ എന്നും ചിലപ്പോഴൊക്കെ തോന്നിപ്പോകാറുണ്ട്. പക്ഷേ അവരുടെ ഒരു കാര്യം നമ്മൾ ഓർക്കുന്നില്ല, കാണുന്നതെല്ലാം എഡിറ്റിംഗ് ആണ്. അതുകൊണ്ട് ആരുമായിട്ടും ഒന്നും ഒത്തുനോക്കാതെ നമ്മൾ നമ്മുടെ കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ജീവിതം നമ്മുടേതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ഫോണുകളൊക്കെ നമ്മളെ തന്നെ ഇപ്പോൾ കയ്യിലെടുത്തിരിക്കുകയാണ്. ഒരു കാര്യത്തിലും നമുക്ക് നേരെ ഇരുന്ന് ശ്രദ്ധ കെടുക്കാൻ പോലും പറ്റുന്നില്ല. ഓരോ ടൈം ഗ്യാപ്പിലും ഫോണ് എന്ന ചിന്തയോടെ നിൽക്കുകയാണ് നമ്മളിപ്പോൾ. അതുകൊണ്ട് ദിവസം 1 മണിക്കൂർ നേരമെങ്കിലും നമ്മൾ ഈ മൊബൈലും നെറ്റും ഒക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ഏതാണോ അതിൽ മാത്രം ഉറച്ചു നിൽക്കാൻ നമ്മൾ പഠിക്കണം. പിന്നെ നമ്മൾ വേണ്ടാത്ത കാര്യങ്ങൾക്കൊക്കെ നമ്മൾ നോ എന്ന് പറയാൻ പഠിക്കണം. പക്ഷെ നമ്മളൊക്കെ എന്താ ചെയ്യുക? അവർ വിഷമിക്കും എന്ന് വിചാരിച്ച് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം പോലും നമ്മളെ തലയിൽ ഏറ്റെടുക്കും. അതുകൊണ്ട് നമ്മുടെ സമാധാനമൊക്കെ പോകും. അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളോട് നമ്മൾ സോറി പറയാൻ വേണ്ടി പഠിക്കുക. അതായത് എനിക്ക് ചെയ്യാൻ പറ്റില്ല, എനിക്ക് പറ്റില്ല എന്ന് തന്നെ പറയണം. നമ്മുടെ ഈ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇന്നത്തെ നമ്മുടെ ഈ അറിവ് നാളേക്ക് പഴകിപ്പോയേക്കാം. അതുകൊണ്ട് പഠിത്തം നമ്മൾ ഒരിക്കലും നിർത്തരുത്. പുതിയ കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ ശ്രമിക്കണം. പുതിയ സ്കില്ലുകൾ പഠിക്കണം. മാറ്റങ്ങളെ പേടിച്ചിട്ട് കാര്യമില്ല. മാറ്റത്തിനനുസരിച്ച് നമ്മൾ മാറിയേ പറ്റൂ. ഇതിൻ്റെ കൂടെ നമ്മൾ കൊണ്ടുപോകേണ്ട ഒന്നുണ്ട്, ബന്ധങ്ങളെ നമ്മൾ മുറുകെ പിടിക്കുക. ഫോണിലെ കൂട്ടുകാരേക്കാൾ വലുത് നമ്മുടെ കൂടെയുള്ള അച്ഛനും അമ്മയും ഭാര്യയും ഭർത്താവും നല്ല സുഹൃത്തുക്കളുമൊക്കെയാണെന്ന് മനസ്സിലാക്കുക. അവർക്ക് വേണ്ടി സമയം കണ്ടെത്തുക. അവരുടെ കൂടെ ചിരിക്കാനും സംസാരിക്കാനുമുള്ള സമയം നമ്മൾ കണ്ടെത്തുക. അതാണ് നമ്മുടെ മനസ്സിനും ഏറ്റവും വലിയ സന്തോഷം തരുന്നത്. അതുകൊണ്ട് കൂട്ടുകാരെ, സ്വന്തം കാര്യം നന്നായി നോക്കുക. ആരുമായി ഒത്തുനോക്കാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളോട് അങ്ങോട്ട് എന്ന് പറഞ്ഞ് കയ്യിലുള്ള കാശ് നോക്കി പുതിയ കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകുക. അത്രേ ഈ കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് മറ്റൊരു ദിവസം കാണാം. ബൈ.